പെരുമ്പാവൂർ വാഴക്കുളം പരിയത്തുകാവിലെ ഒഴിപ്പിക്കൽ എത്രയോ വട്ടം അഭിഭാഷക കമ്മീഷൻ ഇവിടേക്ക് ഒഴിപ്പിക്കൽ നടപടിയുമായി എത്തുന്നു. അവിടെ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഈ നടപടികൾ, ഒഴിപ്പിക്കൽ നടപടികൾ ഒന്നും എങ്ങും എത്താത്ത വണ്ണം അവർക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്നു, സംഘർഷം ഉണ്ടാകുന്നു അല്ലെ? അപ്പോൾ ഈ സംഭവത്തിൽ ഇന്ന് ഈ അഭിഭാഷക കമ്മീഷൻ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയെ സമീപിക്കുന്നുണ്ട്. അതേസമയം ഒഴിപ്പിക്കലിനെതിരെ പരിയത്തുകാവിൽ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും ഒരുങ്ങുകയാണ്. സഹിൻ ആന്റണി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ പരിയത്തുകാവിലെ ഒഴിപ്പിക്കൽ എത്രയോ വട്ടം, എനിക്ക് തോന്നുന്നു 10ലേറെ തവണ അഭിഭാഷക കമ്മീഷൻ അവിടേക്ക് എത്തുന്നു, ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പ്രതിഷേധമുണ്ടാകുന്നു. 8 കുടുംബങ്ങളാണ് പ്രധാനമായും. ഇപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം, ഈ സർക്കാർ ഭൂമി പുറംപോക്കാണ്, ഈ സ്വകാര്യ ഭൂമി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ഞങ്ങൾ ഒഴിയില്ല, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ട്. നടപടിയുമായി മുന്നോട്ട് പോകാൻ പലവട്ടം അഭിഭാഷക കമ്മീഷൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഒടുവിൽ ഇന്ന് കോടതിയെ സമീപിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സഹി? അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തിയത്. പക്ഷേ ഈ 13 തവണയും തിരിച്ച് മടങ്ങേണ്ടി വന്നു. അതായത് ജനങ്ങളുടെ ഒരു പ്രതിഷേധവും പ്രതിരോധവും ഒന്നും തകർക്കാൻ കഴിയാതെ തിരിച്ച് മടങ്ങേണ്ടി വന്നു അഡ്വക്കേറ്റ് MK ജയപാലിന് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം ഇന്നലെ 2 തവണയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ ഉപയോഗിച്ച് ആ പട്ടികജാതി നഗറിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത്. 8 കുടുംബങ്ങളാണ് അവിടെയുള്ളത്. എന്നാൽ ആ 2 തവണയും ശക്തമായ പ്രതിരോധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ 5:30 അഭിഭാഷക കമ്മീഷന് മടങ്ങേണ്ടതായി വന്നു. മറ്റൊന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ 2 തവണയും ഇത്തരത്തിലുള്ള പ്രതിഷേധം അഡ്വക്കേറ്റ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷന് കാര്യമായ ഇടപെടലുകളോ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം 13 തവണയും വന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ മടങ്ങേണ്ടതായാണ് വന്നത്. ഇത്തവണ കോടതിയെ വീണ്ടും സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കോടതി കർശനമായ നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. പോലീസിനോട് അതിനകത്ത് കയറാനും വെള്ളവും ഒപ്പം തന്നെ വൈദ്യുതിയും എല്ലാം വിച്ഛേദിക്കാനുമുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല അഭിഭാഷക കമ്മീഷന്, പോലീസിന് എന്നുള്ളതാണ്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത്. ജനങ്ങളുടെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും എല്ലാം അവിടെ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തെയും പ്രതിരോധത്തെയും ഒന്നും തകർക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും അഭിഭാഷക കമ്മീഷന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അഭിഭാഷക കമ്മീഷൻ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും അവരുടെ ഭാഗത്തു നിന്ന് തീർക്കുന്നു എന്നുള്ളതാണ് സേതു മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ സഹിൻ, വ്യക്തമാണ്.